നമ്മുടെ മുന്നിൽ അസാധ്യമായ ഒന്നുമില്ല എന്ന് ഈ കാലയളവ് തെളിയിച്ചിട്ടുണ്ട്. അസാധ്യമായ പലതും സാധ്യമാക്കിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോയിട്ടുള്ളത്. ഒന്നും നമ്മുടെ മുന്നോട്ട് പോക്കിന് തടസ്സമല്ല എന്ന നിലയും വന്നിട്ടുണ്ട്. ഏതെല്ലാം പ്രതിസന്ധികൾ ഉയർന്നു വന്നിട്ടുണ്ടോ അതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ കേരളത്തിലുള്ളതും കേരളത്തിന് പുറത്തുള്ളതുമായ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ലഭ്യമായിട്ടുണ്ട്. ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, on behalf of the people of India and particularly our people of Kerala, the government of Kerala, and on my personal behalf as the Chief Minister of Kerala, let me put on record my sincere thanks to His Highness Sheikh Tamim bin Hamad Al Thani, Emir of Qatar, the government of Qatar and Qatari nationals for their generosity and kindness in accommodating the large Indian community in this country. We wish them good health and continued success. പ്രിയപ്പെട്ടവരെ, ഖത്തറിലെ മലയാളി കമ്മ്യൂണിറ്റി വലിയ തോതിലുള്ള ഒരു പരിപാടിയാണ് മലയാള മിഷന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ കൂട്ടായ്മയുടെ കരുത്തായി തന്നെയാണ് കാണുന്നത്. കേരളത്തോടുള്ള അദമ്യമായ വികാരപ്രകടനമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആയിരങ്ങളുടെ സംഗമത്തിലൂടെ പ്രകടമാകുന്നത്. കേരളം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. നമ്മുടെ രാജ്യവും ലോകവും പല കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ഒരു നാടായും കേരളം മാറിയിട്ടുണ്ട്. അതിനിടയാക്കിയ പല ഘടകങ്ങളുണ്ട്. ഇവിടെ നേരത്തെ ഒരു സ്വാഗതഗാനം ആലപിക്കുകയുണ്ടായിരുന്നു. അതിൽ പഴയകാലം ഓർമ്മിക്കണമെന്നും അതിൻ്റേതായ സ്മരണ നിലനിർത്തണമെന്നും ആ ഗാനത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ നാടും ജനങ്ങളും കഠിനമായ ദുരിതപർവം താണ്ടി വന്നതാണ്. ഇന്ന് രാജ്യത്തെ അഭിമാനിക്കാവുന്ന ഒരിടമായി കേരളം മാറിയിട്ടുണ്ടെങ്കിലും ആ നില ഒരു സ്വാഭാവിക പരിണാമമായി വന്നതല്ല. ഒരു ഭാഗത്ത് നമ്മുടെ നാടിൻ്റെ പഴയകാലം എടുത്താൽ വിദ്യ നിഷേധിക്കപ്പെട്ട ആളുകളായിരുന്നു കൂടുതൽ. അതേപോലെ തന്നെ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവർ, മുട്ടിനു താഴെ ഉടുക്കാൻ അവകാശമില്ലാത്തവർ, മാറുമറക്കാൻ അവകാശമില്ലാത്തവർ, സ്ത്രീകളടക്കം മാറുമറക്കുന്നതിന് വേണ്ടി നടത്തേണ്ടി വന്ന
പോരാട്ടങ്ങൾ. എന്തിനധികം പറയുന്നു, പട്ടിക്ക് നടക്കാവുന്ന വഴിയിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന മനുഷ്യർ, അത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കണ്ണിൽപ്പെട്ടാൽ അതിൻ്റെ ഭാഗമായി തീണ്ടലും അശുദ്ധവും ഉണ്ടായിരുന്ന കാലം. ഇങ്ങനെയെല്ലാമുള്ള ഒരു കാലം. നമ്മുടെ മണ്ണിൽ അധ്വാനിക്കുന്നവര്, അവര് കൂലി വാങ്ങുമ്പോൾ അന്നത്തെ കാലത്ത് കൊടുക്കുന്ന കൂലി നെല്ലാണ്. ആ നെല്ല് നെല്ലായിട്ട് കൊടുക്കാതെ പതിര് ചേർത്തേ കൊടുക്കാൻ പറ്റുമെന്ന വ്യവസ്ഥയുണ്ടായിരുന്ന നാട്. ഇങ്ങനെയെല്ലാമുള്ള ദുരിതപർവം അത് കണ്ടാണ് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യരടക്കം കണ്ടാണ് സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാടിനെ നോക്കി ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് വിശേഷിപ്പിച്ചത്. ആ ഭ്രാന്താലയം ഇന്ന് രാജ്യത്തെ ഏറ്റവും ഉന്നതമായ മാനവികത പുലർത്തുന്ന മനുഷ്യാലയമായി മാറിയതിന് പിന്നിലുള്ള ചരിത്രം അത് ഓർക്കണമെന്നാണ് ആ നിങ്ങളുടെ സ്വാഗതഗാനത്തിലൂടെ ഉദ്ബോധിപ്പിച്ചത്. അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം നാട്ടിൽ ഉയർന്നു വന്ന നവോത്ഥാനമായിരുന്നു. നവോത്ഥാന കാലത്ത് നവോത്ഥാന നായകർ അതിനുവേണ്ടി വലിയ തോതിൽ അന്നത്തെ കാലത്തെ മാറ്റി തീർക്കുന്നതിനുള്ള വിപ്ലവകരമായ ഇടപെടലാണ് നടത്തിയത്. ജാതിഭേദവും മതദ്വേഷവും വലിയ തോതിൽ നിലനിന്നിരുന്ന നാട്ടിൽ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു നാടായി നാടിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അതിനുവേണ്ടി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മുൻകൈയെടുത്തു. സാമൂഹ്യ രംഗത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നവോത്ഥാനം നമ്മുടെ നാടിനേക്കാളും ശക്തിപ്പെട്ടിരുന്ന മറ്റു പല സംസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. അവിടങ്ങളിലൊന്നും ഇപ്പോഴും ഈ പറയുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അവസാനിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ സോദരത്വേന വാഴാൻ കഴിയുന്ന ഒരു നാടാക്കി മാറ്റാൻ കേരളത്തെ കഴിഞ്ഞു. എങ്ങനെയാണ് അതുണ്ടായത്? നവോത്ഥാനത്തിന് ശരിയായ തുടർച്ചയുണ്ടായി. അതിൻ്റെ തുടർച്ച എന്ന നിലക്ക് ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുമെല്ലാം ആ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് അതിൻ്റേതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു. അതിൻ്റെ തുടർച്ചയായി തന്നെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട് ഇന്ന് കാണുന്ന കേരളമായി മാറണം എന്ന ആവശ്യം പൊതുവെ ഉയർത്തപ്പെട്ടു. മലയാളിയുടെ മനസ്സിൽ കേരളം എന്ന വികാരം രൂഢമൂലമായിരുന്നു. ആ കാലത്താണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഒരു പുസ്തകം EMS രചിച്ചത്.
അത് ഭാഷാ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബഹ്റിനിൽ ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ പരിപാടിയായിരുന്നു അത്. അവർ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു. ബഹ്റിൻ കേരളീയ സമാജം എന്ന പേര് അവിടുത്തെ മലയാളി കൂട്ടായ്മക്ക് ഇട്ടത് 1947-ലാണ്. 47-ൽ നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം അവിടെ രൂപീകൃതമായ മലയാളികളുടെ കൂട്ടായ്മക്ക് അവരുടെ പേര് കേരളീയ സമാജമെന്നാണ്. അത് കാണിക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെ മലയാളിയുടെ മനസ്സിൽ പൊതുവെ കേരളം എന്ന വികാരം ഉയർന്നു വന്നിരുന്നു. പക്ഷെ അതിനുശേഷം നീണ്ട ഒരു ദശാബ്ദക്കാലത്തോളം വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഐക്യ കേരളത്തിനു വേണ്ടി നടക്കുകയുണ്ടായി. ഐക്യ കേരളം വരാതിരിക്കാനുള്ള ഇടപെടലുകളും ആ ഘട്ടത്തിലുണ്ടായി. ഏതായാലും 1956-ൽ ഐക്യ കേരളം പിറവികൊണ്ടു. നവംബർ 1 നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആ ദിനം വരികയാണ്. നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ട 1956 നവംബർ 1. അത് കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്നത്തെ കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മന്ത്രിസഭ EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. ഇന്ന് കേരളം നേടിയിട്ടുള്ള വികസനത്തിൻ്റെ അടിത്തറ ആ മന്ത്രിസഭയാണ് ഇടുന്നത്. നമ്മുടെ നാട് പിന്നീട് ആർജിച്ച ഒട്ടേറെ നേട്ടങ്ങളുണ്ട്. അതിനെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് കേരള മോഡൽ എന്ന ഒരു പ്രയോഗം വന്നത്. ആ കേരള മോഡലിൻ്റെ ആ രീതിയിലേക്ക് രാജ്യം വിശേഷിപ്പിക്കുന്നതിനിടയാക്കിയ വികസനങ്ങൾക്ക് തുടക്കം കുറിച്ചത്, അടിത്തറയിട്ടത് 1957 ഗവൺമെൻറ്റായിരുന്നു. കേരള മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളായിരുന്നു. അതിലൊന്ന് നാം നടത്തിയ ഭൂപരിഷ്കരണമാണ്. അതോടെ വലിയ തോതിൽ അവകാശങ്ങൾ ലഭിച്ച ജനങ്ങളായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മാറി. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ കേരളത്തിൻ്റെ വികസനത്തിന് വലിയ പങ്ക് വഹിച്ചു. പ്രവാസ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വന്നു. ആദ്യകാലത്ത് കായികാധ്വാനത്തിന് ഉള്ള തരത്തിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവാസികൾ പുറത്തു പോയിരുന്നത്. തോട്ടപ്പണി പോലുള്ള, കൺസ്ട്രക്ഷൻ വർക്ക് പോലുള്ള കാര്യങ്ങൾക്കായിരുന്നു ആളുകൾ വൻതോതിൽ പുറത്തു പോയിരുന്നു. എന്നാൽ 1957 ഗവൺമെൻറ് സാർവത്രിക വിദ്യാഭ്യാസത്തിന് സൗകര്യമൊരുക്കുന്നതിനായി സ്കൂളുകൾ വൻതോതിൽ സ്ഥാപിച്ചതോടെ നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകൾ വന്നു. മാത്രമല്ല, സ്കൂളുകളിൽ പഠിക്കുന്നതിനുണ്ടായിരുന്ന ഫീസ് എടുത്തു കളഞ്ഞു. 67 ആകുമ്പോഴേക്ക് കോളേജുകളിലെ ഫീസും എടുത്തു മാറ്റും നില വന്നു. അപ്പോൾ ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചുയരാനുള്ള അവസരം ലഭിച്ചു. അത് പ്രവാസ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി. പ്രവാസ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി.
അതിൻ്റെ തുടർച്ചയായ തലമുറയാണ് ഇന്നത്തെ പ്രവാസി സഹോദരങ്ങൾ. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഏത് ആധുനിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്ന തലങ്ങളിലും നമ്മുടെ മലയാളി സഹോദരങ്ങളെ കാണാൻ സാധിക്കും. അവരെക്കുറിച്ചാണെങ്കിൽ വലിയ മതിപ്പോടെയാണ് അതത് രാജ്യം അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ആ തരത്തിലുള്ള മാറ്റം കേരളത്തിന് കൈവരിക്കാൻ കഴിയും. ഒരു ഘട്ടമെത്തിയപ്പോൾ നമ്മുടെ വികസന കാര്യങ്ങളിൽ വലിയ പുരോഗതി ഇല്ലാത്ത അവസ്ഥ വന്നു. ആ കാര്യവും കേരളം വൻതോതിൽ ചർച്ച ചെയ്യുകയുണ്ടായി. നമ്മുടെ കേരള മോഡൽ എന്ന് നാം അഭിമാനിക്കുമ്പോൾ തന്നെ കേരളത്തെ കാലാനുസൃതമായ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള കൂട്ടായ ഇടപെടൽ വേണം എന്ന കാര്യം കേരളം ഗൗരവമായി ചർച്ച ചെയ്തു. അതിൻ്റെയെല്ലാം ഭാഗമായുള്ള ഇടപെടലുകളും ഇടയ്ക്കുണ്ടായി. പക്ഷേ ഒരു ഘട്ടമെത്തിയപ്പോൾ കേരളത്തിന് വലിയ തോതിലുള്ള പിന്നോട്ടടി, കാലാനുസൃതമായുള്ള പുരോഗതി നേടിയില്ല എന്ന് മാത്രമല്ല, പണ്ട് നേടിവെച്ച നേട്ടങ്ങളുള്ള മേഖലകൾ പൂർണ്ണമായി തകർന്നു പോകുമോ എന്ന് ആശങ്കപ്പെടുമാറുള്ള ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടായി. അതിൽ വല്ലാതെ ഉത്കണ്ഠപ്പെട്ട നാട്ടുകാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പ്രവാസി സഹോദരങ്ങളാണെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ, ആ രാജ്യങ്ങളാണെങ്കിൽ വലിയ തോതിൽ പുരോഗതി നേടിയിട്ടുള്ള രാജ്യങ്ങളാണ്. അവിടങ്ങളിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ നാടിൻ്റെ വിവിധ മേഖലകൾ കാലത്തിനനുസരിച്ച് മാറാത്തതിൻ്റെതായ വേദനയും അമർഷവും പ്രകടിപ്പിക്കുന്ന നിലയിലേക്ക് എത്തി. നാട്ടിൽ ജീവിക്കുന്നവർക്കും വല്ലാത്ത നിരാശ. എൻ്റെ നാടിങ്ങനെയായിപ്പോയി, ഇതിന് മാറ്റമുണ്ടാവില്ല, ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയി, ഇതായിപ്പോയി നാടിൻ്റെ ഗതി എന്ന കടുത്ത നിരാശ. ആ നിരാശ അതിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു 2016 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഗവൺമെൻറ്റിൽ, ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം വഹിക്കാനുള്ള ചുമതലയാണ് എന്നിൽ അർപ്പിതമായിരുന്നത്. ഞങ്ങൾ അന്ന് ആ ഗവൺമെൻറ്റിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിവിധ മേഖലകളിൽ വികസനം സ്തംഭിച്ചു നിൽക്കുന്നു. ഏതെല്ലാം മേഖലകൾ? കേന്ദ്ര ഗവൺമെൻറ് മുഴുവൻ പൈസയും ചെലവിട്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി നാഷണൽ ഹൈവേ വികസനം, അതിൽ സംസ്ഥാന സർക്കാരിനുള്ള ആകെ ഉത്തരവാദിത്വം ഭൂമി ഏറ്റെടുത്ത് കൊടുക്കലാണ്. പണത്തിൻ്റെ ഒരു ബാധ്യതയില്ല, എല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് വഹിക്കുക. പക്ഷേ ആ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ട് അത് മുടങ്ങിക്കിടക്കുന്നു. ആ അവസ്ഥ ഒരു ഭാഗത്ത്. നമ്മൾ ഗെയിൽ പൈപ്പ് ലൈൻ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗ്യാസ് ആ പൈപ്പിലൂടെയാണ് പോകേണ്ടത്. ആ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിൽ അത് മുടങ്ങിപ്പോയി. നമ്മുടെ കൂടംകുളത്ത് നിന്ന് വൈദ്യുതി പ്രവഹിച്ച് വരേണ്ട എടമൺ കൊച്ചി പവർ ഹൈവേ, അത് ഒരിടത്തെത്തിയപ്പോൾ സ്തംഭിച്ചു പോയി. ഇങ്ങനെ ഒരുപാട് മേഖലകളുടെ സ്തംഭനം. നമ്മുടെ അഭിമാന സ്തംഭമായിരുന്നു വിദ്യാഭ്യാസ രംഗം, പൊതുവിദ്യാഭ്യാസ രംഗം. 1000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ. 5 ലക്ഷം കുട്ടികൾ ആ വിദ്യാലയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയ അവസ്ഥ.
നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ കൃത്യമായി ലഭിക്കാത്ത അവസ്ഥ. മനോവേദനയോടെ അധ്യാപകർ കുട്ടികളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ പാഠപുസ്തകങ്ങൾ ശേഖരിച്ച് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കേണ്ടി വന്ന ഒരുപാട് സംഭവങ്ങൾ. നമ്മുടെ ആരോഗ്യ മേഖല വലിയ തോതിൽ പ്രകീർത്തിക്കപ്പെട്ട ഒന്നായിരുന്നു. പക്ഷേ തകർന്നടിഞ്ഞുപോയ അവസ്ഥ. ഇങ്ങനെ എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള തകർച്ച. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ വല്ലാതെ സ്തംഭിച്ചു പോയ നില. ഇങ്ങനെ വലിയ ഉത്തരവാദിത്വം ആ ഗവൺമെൻറ്റിൻ്റെ തലയിൽ വന്ന് വീണു. അത് എങ്ങനെ പരിഹരിക്കാം എന്നതാണ് അന്ന് പരിശോധിച്ചത്. ഇപ്പോൾ 10 വർഷം തികയാനാകുന്നു. ഈ 10 വർഷം തികയാനാകുന്ന കാലത്ത് നമ്മുടെ നാടിനുണ്ടായ മാറ്റം എങ്ങനെയെന്ന് അറിയാവുന്നവരാണ് നിങ്ങൾ. എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം നേരത്തെ ഉണ്ടായിരുന്ന നിരാശ കുറച്ചു നാൾ കഴിയുമ്പോൾ തന്നെ അത് പൂർണ്ണമായി മാറിയെന്താണ്. ഇവിടെ പലതും നടക്കും, ഒന്നും നടക്കില്ല എന്ന് കരുതിയ സ്ഥാനത്ത് ഇവിടെ പലതും നടക്കും എന്ന ധാരണയിലേക്ക് നാടെത്തി, നാട്ടുകാരെത്തി. അത് എങ്ങനെ വന്നതാണ്? ഏതെങ്കിലും തെറ്റായ പ്രചരണത്തിൽ കുടുങ്ങിയുണ്ടായ ധാരണയല്ല, അനുഭവത്തിലൂടെ വന്നതാണ്. അതിൻ്റെ ഭാഗമായി പരിശോധിച്ചാൽ, വിശദാംശങ്ങളിലേക്കൊന്നും പോകാതെ പറയട്ടെ, നാഷണൽ ഹൈവേ ഇപ്പോൾ അടുത്ത ഡിസംബറോടെ, ഡിസംബർ എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ ആയാൽ പിന്നെ ഒരു മാസമേ ഉള്ളൂ, ആ ഡിസംബറോടെ നമ്മുടെ നാട്ടിൽ നാഷണൽ ഹൈവേയുടെ നല്ല ഭാഗം പൂർത്തിയാകാൻ പോകുന്നു. കുറച്ചാഴ്ചകൾക്ക് മുൻപ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തുകയുണ്ടായി. ആ പൂർത്തിയാകുന്ന ഭാഗം ജനുവരിയിൽ കേരളത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്യാം എന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. മാത്രമല്ല, നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കർശന നിർദ്ദേശം നൽകി, മാർച്ച് ആകുമ്പോഴേക്ക് നാഷണൽ ഹൈവേ പൂർത്തീകരിക്കണമെന്നും. ഇത് ഒരു ഭാഗം. അതേസമയം നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ ഇപ്പോഴല്ല, നേരത്തെ തന്നെ പൂർത്തിയായി. അതിലൂടെ ഗ്യാസ് പ്രവഹിക്കുന്നു. നമ്മുടെ ഫാക്ടറികളിൽ ഇന്ധനമായും നമ്മുടെ അടുക്കളകളിൽ പാചകവാതകമായും ആ ഗ്യാസ് എത്തുന്ന നിലയുണ്ടായിരിക്കുന്നു. ഈ പറഞ്ഞ എടമൺ കൊച്ചി പവർ ഹൈവേ ഇല്ലേ, ആ എടമൺ കൊച്ചി പവർ ഹൈവേ ഒരിടത്ത് നിന്നുപോയി എന്ന് പറഞ്ഞല്ലോ. ഇവിടെയെല്ലാം അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ നമ്മുടെ നാട് വിട്ടുപോയതാണ്. ആ കാര്യം നിർവഹിക്കേണ്ടിയിരുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആയിരുന്നു. അവരും പോയിരുന്നു. അവരെ തിരിച്ചു വിളിച്ചു, കൊണ്ടുവന്നു, പണി തുടങ്ങാൻ പറഞ്ഞു. തുടങ്ങാൻ വേണ്ടി അവർ ചെന്നപ്പോൾ ഈ തടസ്സം പറഞ്ഞ സ്ഥലത്ത് അവർ വീണ്ടും തടസ്സവുമായി വന്നു. അപ്പോൾ ഗവൺമെൻറ് അവരോട് അഭ്യർത്ഥിച്ചു, നിങ്ങൾ തടസ്സം നിൽക്കരുത്, നാടിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് സഹകരിക്കണം. പക്ഷേ അവർ തടസ്സം നിന്നതിൻ്റെ ഭാഗമായി നിന്നുപോയ ഒരു പദ്ധതി ഞങ്ങൾക്ക് നിർത്താൻ കഴിഞ്ഞതാണല്ലോ എന്ന കുങ്കോടുകൂടി അവരിടപെടുന്ന കാഴ്ചയാണ് കണ്ടത്, തടസ്സപ്പെടുത്താൻ. എന്തു ചെയ്യും? അപ്പോൾ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണ് എന്ന്. അതോടെ തടസ്സം നീങ്ങി, ആ ലൈൻ പൂർത്തിയായി, വൈദ്യുതി ആ ലൈനിലൂടെ പ്രവഹിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് സർക്കാർ? പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരുടെ കൂടെ നിൽക്കാനാണോ? അല്ല, നാടിനാവശ്യമായ പദ്ധതി പൂർത്തീകരിക്കാനാണോ? അഭിമാനപൂർവം നമ്മുടെ നാട് ഒറ്റ ശ്വാസത്തിൽ പറയും, പദ്ധതി പൂർത്തീകരിക്കലാണ് സർക്കാരിന്റെ കടമായത്. ആ കടമ
ശരിയായ രീതിയിൽ നിർവഹിക്കാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യമാണ് ഞങ്ങൾക്ക് ഉള്ളത്. അതിൻ്റെ ഭാഗമായി വന്ന മാറ്റങ്ങൾ പ്രകടമാണ്. വികസന രംഗത്ത് മാറ്റങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗം നേരത്തെ പറഞ്ഞ ആ അപജയം ഒഴിവാക്കാനാണ് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കൊണ്ടുവന്നത്. ആ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു? രാജ്യം തുടർച്ചയായി ഇന്ത്യ രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 1-ാം സ്ഥാനം കേരളത്തിന് നൽകുന്നു. നീതി ആയോഗിന്റെ പ്രശംസക്ക് കേരളം ഇരയാകുന്നു. എങ്ങനെ സംഭവിച്ചതായത്? 5000 കോടി രൂപയാണ് ആ രംഗത്ത് വിദ്യാലയങ്ങളുടെ നവീകരണത്തിന് വേണ്ടി ചെലവഴിച്ചത്. 2000 സ്കൂളുകളാണ് നവീകരിക്കപ്പെട്ടത്. നല്ല രീതിയിലുള്ള മാറ്റം. ഇപ്പോ ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ്സുകളാണ്. സ്കൂളുകൾ ഹൈടെക് ആണ്. എഐയും റോബോട്ടിക്കുമെല്ലാം നമ്മുടെ വിദ്യാലയങ്ങളിലെ പാഠ്യവിഷയങ്ങളായി വന്നിരിക്കുന്നു. വലിയ മാറ്റം. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഉന്നതമായ അക്കാദമിക് നിലവാരം പുലർത്തുന്ന സ്കൂളുകളോടും കിടപിടിക്കത്തക്ക നിലയിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളടക്കം മാറിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ കൂടുതലായി വന്നു ചേരുന്ന അവസ്ഥയും കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇതാണ് മാറ്റം. ഇത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം. ആ മാറ്റത്തെക്കുറിച്ച് കാണുമ്പോൾ നാം മറ്റൊരു കാര്യം ആലോചിക്കണം. അത് 2016 മുതൽ 2021 വരെയുള്ള ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ഓരോന്നും ഞങ്ങൾ ഓരോ വർഷവും കൃത്യമായ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നത് പോലെ ഈ ഗവൺമെന്റ് ജനങ്ങളുടെ മുന്നിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ നൽകിയ വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നിറവേറ്റി എന്തായിരുന്നു ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ ഏറ്റവും പുതുമയാർന്നൊരു നടപടിയായിരുന്നു. ലോകത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയാവുന്ന കാര്യമല്ല, ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങൾ. പക്ഷേ നമ്മൾ ഓരോ വർഷവും എത്ര കണ്ട് കാര്യങ്ങൾ നിറവേറ്റിയെന്ന് ജനങ്ങളെ അറിയിച്ചു. 2021 ആയപ്പോൾ കണ്ടതെന്താ? 2021 പൂർത്തിയാകുമ്പോൾ ജനങ്ങൾ കണ്ടു നൽകിയ വാഗ്ദാനം 600, പൂർണ്ണമായി നടപ്പാക്കപ്പെട്ട വാഗ്ദാനങ്ങൾ 580. അപ്പോ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരുപാട് പ്രചരണം വരുമല്ലോ, അത് കാര്യം വേറെ, അതിലേക്കല്ല ഞാൻ പോകുന്നത്. ഇപ്പൊ ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഏതായാലും ഇവര് തന്നെ വീണ്ടും അധികാരത്തിൽ തുടരട്ടെ. അത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു പുതുമയായിരുന്നു. കേരളത്തിന്റെ അനുഭവം അറിയാവുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. ഒരു തവണ ഒരു മുന്നണി, പിന്നത്തെ തവണ അടുത്ത മുന്നണി എന്ന തരത്തിലായിരുന്നു കുറെ കാലമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് നില. പക്ഷേ 2021 ജനങ്ങൾ പറഞ്ഞു തുടർ ഭരണം നടക്കട്ടെ. തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാക്കിയ ഗുണമെന്താ? അവിടെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പരാമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ തുടർഭരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആലോചിച്ചാൽ 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരുടെ ഒരു യോഗം വിളിച്ചു. അവരോട് ചോദിച്ചൊരു ചോദ്യം, നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു 100 എണ്ണം എടുത്താൽ അതിനകത്ത് വരുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട്? ഉത്തരവില്ല.
കാരണം ഉത്തരം പറയാൻ കഴിയുമായിരുന്നില്ല, അതായിരുന്നു അവസ്ഥ. അപ്പൊ അവരോട് പറഞ്ഞു, ഇത് നമുക്ക് മാറ്റാനാവണം, നിങ്ങളതിന് ബോധപൂർവം ശ്രമിക്കണം. അവർ നല്ല ശ്രമം നടത്തി. ഗവൺമെന്റ് അന്ന് നല്ല പിന്തുണയും കൊടുത്തു. യൂണിവേഴ്സിറ്റികൾ നല്ല നിലക്ക് മാറ്റങ്ങൾ വരുത്തി. 2021 ഗവൺമെന്റ് വന്നപ്പോ ആ മാറ്റത്തിന്റെ തുടർച്ച ശക്തിപ്പെടുത്തി. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി കേരളത്തെ മാറ്റും എന്ന് തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഇപ്പൊ എന്താ അവസ്ഥ? ചുരുക്കത്തിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ, രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റികൾ A++ ഗ്രേഡ് നേടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളെ റാങ്ക് ചെയ്താൽ ആ റാങ്കിങ്ങിൽ ആദ്യത്തെ 12-ൽ 3 കേരളത്തിൽ നിന്നുള്ളതാണ്. 9, 10, 11 കേരള, കൊച്ചിൻ, ഗാന്ധി. 50 എടുത്താൽ ഒന്നുകൂടി വരും, 43-ൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. രാജ്യത്തെ 100 കോളേജുകൾ എടുത്താൽ അതിൽ 16 കേരളത്തിൽ നിന്നുള്ളതാണ്. വലിയ മാറ്റം. ഇപ്പോ ഈ വർഷത്തെ അഡ്മിഷന്റെ ഘട്ടം വന്നപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ അപേക്ഷ വല്ലാതെ കൂടിയിരിക്കുന്നുവെന്ന്. കാരണം പുതിയ കോഴ്സുകൾ, പുതിയ പാഠ്യക്രമം എല്ലാം വലിയ തോതിൽ ആകർഷിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ശക്തമായ ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നേട്ടം തുടർ ഭരണത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന് നാം കാണണം. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗം, ഇപ്പോ കേരളത്തില് വലിയ മാറ്റമാണ് നമ്മുടെ വ്യവസായ രംഗത്ത് വന്നിട്ടുള്ളത്. അതൊരു പെട്ടെന്നുണ്ടായ കാര്യമല്ല. 2016-ൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുണ്ടായിരുന്ന അവസ്ഥ, നമ്മുടെ കേരളം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ വളരെ പിറകിലായിരുന്നു. രാജ്യം ഇതിൻ്റെ ഒരു റാങ്ക് തയ്യാറാക്കലുണ്ട്, അതിലേറ്റവും പിറകിലായിരുന്നു നമ്മൾ. നമുക്ക് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ 1-ാം സ്ഥാനത്തെത്തുക എന്നത് ആലോചിക്കാനേ കഴിയുമായിരുന്നില്ല. പക്ഷേ ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആലോചിക്കലാണല്ലോ ഒരു ഗവൺമെന്റിന്റെ ചുമതല. എന്തുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൂടാ? ആ ആലോചനയിലേക്ക് കടന്നു. ആ ആലോചനയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്യണം. അവരുമായി എല്ലാം ചർച്ച ചെയ്തു. അതില് ചെറുകിട വ്യവസായികളുണ്ട്, വൻകിട വ്യവസായികളുണ്ട്, അതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുണ്ട്, തൊഴിലാളി സംഘടനകളുണ്ട്. ഇവരുമായെല്ലാം ചർച്ച ചെയ്തപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമായിരുന്നു. അത് പരിഹരിക്കുന്നതിനുള്ള നേതൃത്വപരമായ പങ്ക് വഹിച്ചു. അവസാനം നമ്മുടെ മാനസിക ഘടനയിൽ മാറ്റം വരേണ്ടതുണ്ടായിരുന്നു. അതിലും ഇടപെടലുണ്ടായി. അപ്പോഴേക്ക് നിയമത്തിലും ചട്ടങ്ങളിലും മാറ്റം വരണം. ആ നിയമത്തിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തി. ഒരു വ്യവസായത്തിന് വേണ്ടി അപേക്ഷ നൽകിയാൽ എത്ര കാലവും വെച്ചിരിക്കാമെന്നായിരുന്നു നില. അത് നിയമപ്രകാരം തന്നെ മാറ്റി. നിശ്ചിത സമയത്തിനുള്ളിൽ അനുമതി നൽകിയില്ലെങ്കിൽ അനുമതി ലഭിച്ചതായി കണക്കാക്കി അവർക്ക് വ്യവസായം ആരംഭിക്കാം എന്ന വ്യവസ്ഥയടക്കം കൊണ്ടുവന്നു. വലിയ മാറ്റം. അപ്പോഴേക്ക് 2021 തെരഞ്ഞെടുപ്പ് നടന്നു, തുടർഭരണം വന്നു. ഈ നയത്തിൽ ഒരു പുറകോട്ട് പോക്കും ഉണ്ടായില്ല. അതേ നയം കൂടുതൽ ശക്തമായി പിന്തുടർന്നു. അത്ഭുതകരമായ മാറ്റം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് 1-ാം സ്ഥാനം കേരളത്തിൽ. നിങ്ങളറിയും,
കൊച്ചിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടന്നു. അതില് ഇപ്പോ ആകെ ലഭിച്ച വാഗ്ദത്തങ്ങൾ 2 ലക്ഷം കോടി രൂപയുടേതാണ്. നമ്മുടെ ഒരു പദ്ധതി, പുതിയ സംരംഭങ്ങൾ, ആ സംരംഭങ്ങൾ 1 ലക്ഷം തുടങ്ങലായിരുന്നു ലക്ഷ്യമിട്ടത്. അതിപ്പോ 3 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് മാറ്റം. അത് ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് അടക്കം വിലയിരുത്തിയത്. എന്തുകൊണ്ടാണ് അത്തരമൊരു മാറ്റമുണ്ടായത്? ഒരു സംശയമില്ല, തുടർ ഭരണത്തിന്റെ ഭാഗമായാണ്. വേറൊരു കാര്യം, ആരോഗ്യരംഗം വല്ലാതെ തകർന്നുപോയൊരു മേഖലയായിരുന്നു. ആ മേഖലയിൽ കാര്യമായ ഇടപെടൽ വന്നു. ആർദ്രം മിഷനിലൂടെയുള്ള നടപടികൾ. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായി ആരോഗ്യരംഗം വലിയ തോതിൽ ശക്തിപ്പെട്ടു. ഇതിനിടക്കാണ് കോവിഡ് മഹാമാരി വന്നത്. കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിൽ വലിയ സമ്പൽ സമൃദ്ധമായ ലോകത്തിലെ മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ പോലും കോവിഡിന് മുന്നിൽ മുട്ടുകുത്തുന്നത് നമ്മൾ കണ്ടു. എന്നാൽ കോവിഡിന്റെ മൂർധന്യദശയിൽ പോലും കേരളത്തിന് മുട്ടുകുത്തേണ്ടി വന്നില്ല. രാജ്യവും ലോകവും ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു. ആ ഘട്ടത്തിൽ അതിന്റെ മൂർധന്യദശയിൽ നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ആവശ്യത്തിനൊഴിവുണ്ടായിരുന്നു. ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, വെന്റിലേറ്റർ അടക്കം ഒഴിവുണ്ടായിരുന്നു. ഇത് കോവിഡിനെ നേരിടാൻ നമ്മൾ ഒരുക്കിയ സൗകര്യമല്ല. നമ്മുടെ നാടിൻ്റെ ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്നതിന് വേണ്ടി നാം ഒരുക്കിയ സൗകര്യങ്ങൾ കോവിഡിനെ നേരിടാൻ പര്യാപ്തമായി എന്നാണ് നാം കണ്ടത്. ഇതൊരു ഭാഗം. 21 തുടർഭരണം കഴിഞ്ഞ് ഇപ്പോൾ പുറത്തു വന്ന ഒരു കണക്കുണ്ട് ഈ അടുത്ത കാലത്ത്. അത് ശിശുമരണ നിരക്കുമായി ബന്ധപ്പെട്ടതാണ്. ആ ശിശുമരണ നിരക്ക് രാജ്യത്ത് 25ആണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വികസിത രാഷ്ട്രമെന്ന് കണക്കാക്കുന്ന അമേരിക്കയിലെ ശിശുമരണ നിരക്ക് 5.6ആണ്. കേരളത്തിന്റെ ശിശുമരണ നിരക്ക് 5ആണ്. അതായത് അമേരിക്കയെ കവച്ചു വെക്കുന്ന രീതിയിൽ നേട്ടം ഈ രംഗത്ത് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? ആരോഗ്യരംഗത്തെ തുടർച്ചയായ ഫലപ്രദമായ ഇടപെടലിന്റെ ഭാഗമായി. അങ്ങനെയാണ് നമുക്ക് ഈ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട്. തുടർ ഭരണത്തിന്റെ പ്രത്യേകതയാണ്. കേരളത്തിന്റെ മറ്റൊട്ടേറെ വികസന മേഖലകളുണ്ട്. ആ എല്ലാ വികസന മേഖലകളിലേക്കും ഇപ്പോൾ കടന്നു പോകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നാം കാണണം, വികസനത്തോടൊപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും വലിയ മുൻതൂക്കമാണ് ഈ നമ്മുടെ നാട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. ഞങ്ങള് അധികാരത്തിൽ വന്ന 2016 ക്ഷേമപ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള പെൻഷൻ എത്രത്തോളമാണ് കൊടുത്തത് എന്നൊരു പരിശോധന ആദ്യ മന്ത്രിസഭാ യോഗം നടത്തുകയാണ്. അന്ന് വന്ന കണക്ക്, അന്ന് കൊടുക്കേണ്ട തുക 600 രൂപയാണ്. അത് കടലാസിലാണ്. കുടിശ്ശിക 18 മാസത്തതാണ്. പാവപ്പെട്ടവര് ആ കാശ് കിട്ടാതെ പ്രയാസപ്പെടുന്ന അവസ്ഥ. അപ്പോ ആദ്യത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു, ആദ്യത്തെ അജണ്ട അത് മുഴുവൻ കൊടുത്തു തീർക്കുക.
അത് കൊടുത്തു തീർക്കുന്ന നിലപാട് ആദ്യമെടുത്തു. പിന്നെ പടിപടിയായി വർധനവായി. ആ വർധനവ് എവിടം വരെയായി? 1600 രൂപ വരെയായി. 1600 രൂപ വരെ എത്തിയ ആ പെൻഷൻ, അത് നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ നാട് ഏറ്റവും കുറവ് ദാരിദ്ര്യം അനുഭവിക്കുന്ന നാടാണ് എന്ന്. അതിൽ ഇത്തരം കാര്യങ്ങൾ പ്രധാന ഘടകമാണ്. നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഘടകമാണ്. നമ്മുടെ പൊതുവിതരണ രംഗം ഘടകമാണ്. ഇതെല്ലാം വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് ഇടയാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെയാണ് കഴിഞ്ഞ ദിവസം ഈ 1600 രൂപ 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി മാറ്റാൻ തീരുമാനിച്ചത്. അത് ഏതെങ്കിലും കാലത്ത് കൊടുക്കാനല്ല. നാളെ കഴിഞ്ഞ് നവംബർ 1 മുതൽ പെൻഷൻ നടപ്പിലാകുന്നത് 2000 രൂപ ഈ ഓരോ പെൻഷനറുടെയും കയ്യിൽ കിട്ടിക്കൊണ്ടായിരിക്കും. ആ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസം, ആ പ്രയാസം വലിയ തോതിൽ സമൂഹത്തെ വീർപ്പുമുട്ടിക്കുന്നൊരു കാര്യമാണ്. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾ, അവരുടെ കയ്യിൽ വേറെ വരുമാനമൊന്നുമില്ല, മറ്റ് ജോലിയില്ല, വലിയ തോതിൽ വീട്ടിലെ അധ്വാനം, അതിന് പ്രത്യേക കൂലിയില്ല, വരുമാനമില്ല. അങ്ങനെയുള്ള അനേകായിരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അനേകായിരങ്ങളല്ല, അനേക ലക്ഷം. അവരുടെ കണക്ക് ഞങ്ങൾ എടുത്തപ്പോൾ ഞങ്ങൾ കണ്ടു 31,34,000 സ്ത്രീകൾ ആ കണക്കിൽ പെടുമെന്ന്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ കണക്കാക്കിയത് ഒരു തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പെൻഷനും ലഭിക്കാത്ത മഞ്ഞക്കാർഡുള്ളവര്, മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡിൽപ്പെട്ടവര്, അത്തരത്തിലുള്ള സ്ത്രീകളുടെ കണക്കാണ് എടുത്തത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ഇത്തരം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാസം തോറും 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുകയായിരുന്നു. നമ്മുടെ സമൂഹം നിറഞ്ഞ ആഹ്ലാദത്തോടെ, നമ്മുടെ സഹോദരിമാര് വലിയ സന്തോഷത്തോടെ ആ വാർത്ത കേൾക്കുകയുണ്ടായി. ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്ത്രീകളടക്കം ഇറങ്ങി പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അത്രയധികം സന്തോഷത്തിലാണ് ആ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഇതിന് ഒരു വർഷം 3800 കോടി രൂപ ചെലവിടേണ്ടതായി വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അത് നാടിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന ഒന്നായിട്ട് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ യുവതലമുറ പഠിച്ചു വരുന്ന ITI കഴിഞ്ഞു, പോളിടെക്നിക് കഴിഞ്ഞു, ബിരുദം കഴിഞ്ഞ് വലിയ തോതിൽ നൈപുണ്യ പരിശീലനം നേടി ജോലിക്ക് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒട്ടേറെ യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം ആളുകൾക്ക് മികച്ച ജോലി ലഭിക്കുന്നതിന് ആവശ്യമായ സഹായം അവര് നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരാകാം, വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാകാം. അങ്ങനെയെല്ലാമുള്ള 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് മാസം തോറും 1000 രൂപ വീതം ധനസഹായം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 5 ലക്ഷം യുവതി യുവാക്കൾക്കാണ് ഇത്തരത്തിൽ സഹായം ലഭിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു വർഷം 600 കോടി രൂപ
ചെലവിടേണ്ടതായിട്ട് വരും. നമ്മുടെ കേരളത്തിൻ്റെ സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീയുടെ ഒരു ഭാഗം എല്ലാ വാർഡുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവരെ അറിയപ്പെടുന്നത് ADS എന്നാണ്, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. അവരുടെ പ്രവർത്തനം മികച്ച രീതിയിൽ നടക്കുകയാണ്. അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായ സഹായം നൽകുന്നതിനായി ഓരോ മാസവും 1000 രൂപ വീതം ആ ADSകൾക്ക് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് 19,470 ADSകളാണുള്ളത്. അപ്പോൾ ഒരു വർഷം 23,40,00,000 രൂപ സഹായം നൽകേണ്ടതായിട്ട് വരും. ഇതെല്ലാം പുതിയ പദ്ധതികളാണ്. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പാക്കപ്പെടുന്ന പുതിയ പദ്ധതികൾ. നിലവിലുള്ള പദ്ധതിയിൽ നേരത്തെ പറഞ്ഞ 1,600 രൂപ 2,000 ആക്കുന്ന ആ പദ്ധതി നമ്മുടെ സുരക്ഷാ പെൻഷൻ ബോർഡുകളും മറ്റു ബോർഡുകളിലും മാത്രമല്ല. എന്നാൽ ഈ തരത്തിൽ 2,000 രൂപയാക്കി മാറ്റുമ്പോൾ വരുന്ന മാറ്റം, അതിൽ ഗുണഭോക്താക്കളായി 62 ലക്ഷം പേരുണ്ടാവും. അതിനു വേണ്ടി വരുന്ന ഒരു വർഷത്തെ തുക 13,000 കോടി രൂപയാണ്. അതോടൊപ്പം തന്നെ സർക്കസ് കലാകാരന്മാര്, അവശ കലാകാരന്മാര്, അവർക്കുള്ള ക്ഷേമ പെൻഷനും 1,600-ൽ നിന്ന് 2,000 ആക്കി ഉയർത്തുകയാണ്. അപ്പോൾ അതിനു വേണ്ടി വരുന്ന തുക 6,20,00,000 രൂപയാണ്. വിവിധ മേഖലയിൽ ഉള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, അവരെല്ലാം സർവീസിലുള്ളവരുണ്ട്, പെൻഷൻകാരുണ്ട്. ഏകദേശം സർവീസിലുള്ളവരുടെ അത്ര തന്നെ പെൻഷൻകാരുമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അങ്ങനെയുള്ളവർക്ക് DA, DR ഈ നവംബർ മാസത്തിൽ തന്നെ 4% ശമ്പളത്തോടൊപ്പവും പെൻഷനോടൊപ്പവും വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 5,45,000 സർക്കാർ ജീവനക്കാരാണ്. പ്രതിവർഷം 2,300 കോടി രൂപയോളം ഈ രണ്ടു കൂട്ടർക്കും ഇങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടതായിട്ട് വരും. 2,300 കോടി രൂപ. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ കുടിശ്ശികയുണ്ട്. അതിലുള്ള 3-4 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. 5,45,000 സർക്കാർ ജീവനക്കാർക്ക് അതിൻ്റെ ഗുണഫലം ലഭിക്കും. ഇവിടെ അംഗൻവാടി വർക്കർമാര്, ഹെൽപ്പർമാര്, അവരുടെ പ്രതിമാസ ഓണറേറിയം 1,000 രൂപ കൂട്ടുകയാണ്. നിലവിൽ ലഭിക്കുന്നതിന് 1,000 രൂപ കൂട്ടിക്കൊണ്ട് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ വന്നാൽ നിലവിലുള്ള തുക വർദ്ധിച്ച് 13,500-ഉം 9,000 രൂപയുമായും മാറും. ഇതിൽ 66,240 അംഗൻവാടി വർക്കർമാരുണ്ട്, ഹെൽപ്പർമാരുമുണ്ട്. പ്രതിവർഷ തുക 934 കോടിയാകും. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1,000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രതിവർഷം 250 കോടി 80 ലക്ഷം രൂപ ഇതിന് ചെലവ് വരും എന്നാണ് കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഇന്നലെ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായ വിവരണത്തിലേക്ക് പോയാൽ ധാരാളം സമയമെടുക്കാനിടയുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ വിശദമായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രവാസി വിഭാഗത്തിന് വലിയ തോതിൽ ശ്രദ്ധ നൽകിയ ഒരു കാലഘട്ടമാണ് ഈ 10 വർഷക്കാലം
എന്നത് കാണാൻ നമുക്ക് കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലോക കേരള സഭ. അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇടപെടാൻ ലോക കേരള സഭയ്ക്ക് കഴിയുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ മേഖലയിലെ വിദഗ്ധർ, പലതരങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നവർ ഭാഗഭാക്കായിട്ടുള്ള ഒരു സഭയാണ് ലോക കേരള സഭ. ഏതെങ്കിലും രാജ്യത്ത് അങ്ങനെയൊന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് വലിയ അംഗീകാരം, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം നിയമസഭാ അംഗങ്ങളും പാർലമെന്റ് അംഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സഭ കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യുന്ന നിലയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 103 രാജ്യങ്ങൾ നമ്മുടെ ഈ സഭയിൽ പങ്കെടുത്തിട്ടുണ്ട്. 35 നിന്നാണ് തുടക്കം. അതാണ് 4ാമത്തെ സഭയായപ്പോൾ 103 മാറിയത്. ആ സഭയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു നോർക്ക കെയറിൻ്റെയും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെയും കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ പ്രവാസി സഹോദരങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കുന്നതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. നോർക്ക കെയർ എന്ന് പറയുന്നത് നോർക്ക ID കാർഡുള്ള ലോകത്തെവിടെയുമുള്ള പ്രവാസിക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ്. അതേപോലെ തന്നെ 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം ഇപ്പോൾ നിലവിലുള്ള രോഗങ്ങൾക്കും, അങ്ങനെ രോഗമുണ്ടായാൽ സാധാരണഗതിയിൽ ഇൻഷുറൻസിന് എടുക്കില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ആവശ്യമായ പരിരക്ഷ ലഭിക്കുമെന്നതാണ് പ്രത്യേകത. അതേപോലെ തന്നെ പ്രവാസി മിഷൻ വലിയ തോതിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുനരധിവാസ പദ്ധതികളും ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട്. ക്ഷേമ പെൻഷൻ 2016 മുതൽ 2025 വരെ 739 കോടിയിൽ പരം രൂപ നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ പ്രഖ്യാപനത്തിൽ 70 കോടി രൂപ പ്രവാസി ക്ഷേമരംഗത്തിനായി മാറ്റിവെച്ചതായും പ്രഖ്യാപനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ പ്രവാസി ഡിവിഡൻ പദ്ധതി ഏറ്റവും ആകർഷകമായ ഒരു പദ്ധതിയാണ്. 330 കോടി രൂപ ഇതിനകം സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെസ്റ്റ് സ്റ്റോപ്പുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഓഖിൽ എന്ന പരിപാടിയും നല്ല നിലക്ക് പുരോഗമിക്കുന്നുണ്ട്. NRI കമ്മീഷൻ നല്ല ഫലപ്രദമായി പ്രവർത്തിക്കുകയാണ്. സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി 2016 മുതൽ എടുത്താൽ 212 കോടി രൂപയുടെ ധനസഹായം 35,580 കുടുംബങ്ങൾക്ക് നൽകിയതായി കാണാൻ കഴിയും. ND പ്രേം തിരികെ എത്തിയ പ്രവാസികൾ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾ 7,800 സംരംഭങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി പലിശ മൂലധന സബ്സിഡി നൽകലായിരുന്നു. അതിൽ 118 കോടി 98 ലക്ഷം രൂപ ആ ഇനത്തിൽ നൽകിയതായി കാണാൻ കഴിയും. ക്ലെയിം അതും കൃത്യമായി അനുവദിക്കപ്പെടുന്നുണ്ട്. സ്റ്റുഡന്റ് ID കാർഡുണ്ട്. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി ആരംഭിക്കാൻ കഴിഞ്ഞു. അതിൽ 47,749 പ്രവാസികളാണ് ഇൻഷുറൻസ് പോളിസി എടുത്തത്. ഇതിനകം 17 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക നൽകി കഴിഞ്ഞിട്ടുണ്ട്. നോർക്ക ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് ഉന്നത വിദ്യാഭ്യാസത്തിന് ഉള്ള കുട്ടികൾക്ക് നൽകുന്ന സഹായമാണ്. അതിൻ്റെ ഭാഗമായി 2,91,10,000 രൂപ
1657 വിദ്യാർത്ഥികൾക്കായി നൽകിയിട്ടുണ്ട് എന്നതും കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസന കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇനിയും നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നത് പൊതുവെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുന്നേറ്റം കാണുമ്പോൾ ഏറ്റവും പ്രധാനമായ പ്രശ്നം കഴിഞ്ഞ 9 വർഷക്കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിന് ഒരുപാട് ദുരന്തങ്ങൾ, പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും തകർന്നു പോയില്ല. നമ്മൾ മുന്നോട്ട് തന്നെ പ്രയാണം നടത്തുകയാണ്. ഇതിനിടയാക്കിയത് ഈ കാലയളവിൽ നമ്മുടെ ആഭ്യന്തര ഉൽപാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായി എന്നതാണ്. അതൊരു ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. 2016 5,60,60,000 കോടി രൂപയായിരുന്നു നമ്മുടെ ആഭ്യന്തര ഉൽപാദനം. ഇപ്പോൾ അത് 13,11,000 കോടി രൂപയാണ്. നല്ല മികവുറ്റ വർധനവ് നേടാൻ കഴിഞ്ഞു. നമ്മുടെ തനത് നികുതി വരുമാനത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 4 വർഷത്തെ കണക്കെടുത്താൽ ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ 4 വർഷം തുടർ ഭരണത്തിന് ശേഷമുള്ള 4 വർഷത്തെ കണക്കെടുത്താൽ 47,000 കോടിയായിരുന്നു ആദ്യം. ഇപ്പോഴത് 87,000 കോടിയായി വർദ്ധിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആകെ തനത് വരുമാനം 55,000 കോടിയിൽ നിന്നും 1,04,000 കോടിയായി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തിന് വരുന്ന ചെലവ് സംസ്ഥാനത്തിന് ഒരുപാട് പ്രത്യേകത അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഭാരിച്ച ചെലവ് സംസ്ഥാനം തന്നെ വഹിക്കുകയാണ്. ഏത് സംസ്ഥാനത്തിൻ്റെയും ചെലവ് സംസ്ഥാനവും കേന്ദ്രവും കൂടിയാണ് വഹിക്കുക. അതിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ 70% സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. എന്നാൽ മറ്റു പലയിടത്തും അങ്ങനെയല്ല കണക്ക്. ആ ഭാഗത്തേക്ക് അധികം ഞാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക സ്ഥിതി ഇതാണ്. കഴിഞ്ഞ വർഷം 70% ആയിരുന്നുവെങ്കിൽ ഈ സാമ്പത്തിക വർഷം അത് 75% വരും. അപ്പോൾ നമ്മുടെ ബാധ്യത കൂടുന്നു എന്നർത്ഥം. ഇപ്പോ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ 10 വർഷത്തെ ധനസ്ഥിതി CNAG വിലയിരുത്തുകയുണ്ടായി. അവർ പറഞ്ഞത് 8 സംസ്ഥാനങ്ങളുടെ പൊതുകടം 30% മുകളിലാണെന്നാണ്. എന്നാൽ കേരളത്തിനൊരു പ്രത്യേകത, ഈ കാലയളവിൽ പൊതുകടം വലിയ തോതിൽ കുറച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആകെ വരുമാനത്തിൻ്റെ 60% സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനമാണ്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണാൻ കഴിയുന്ന ഒന്നാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ പൂർത്തീകരണം. അത് പുതിയൊരു വികസന കവാടമാണ് തുറന്നിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ അനന്തമായ വികസന സാധ്യത പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം. ഇതിൻ്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാറായി. അതിൽ 2 മാത്രമല്ല, 2 മുതൽ 4 ഘട്ടം വരെയുണ്ട്. അവയെല്ലാം ഒന്നിച്ച് നടപ്പിലാക്കാനാണ് പോകുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പദ്ധതി കേരളത്തിലാണെങ്കിലും ഇത് കേരളത്തിൻ്റെ മാത്രമായ ഒരു പദ്ധതിയായിട്ടല്ല കാണേണ്ടത്. വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അഭിമാനകരമായൊരു പോർട്ടാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായിട്ടാണ് അറിയപ്പെടാൻ പോകുന്നത്. ലോകത്തിലെ അപൂർവം വൻ പോർട്ടുകളിൽ ഒന്നായിട്ടാണ് അത് മാറാൻ പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഒരു സംഭാവനയായി മാറുകയാണ്. ഈ കാര്യം മാത്രമല്ല, നമ്മുടെ നാട് ആരംഭിച്ച
ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രാജ്യത്തെ ആദ്യത്തെ ഒന്നാണത്. മാത്രമല്ല, ഡിജിറ്റൽ സയൻസ് പാർക്ക് രാജ്യത്തെ ആദ്യത്തേതാണത്. നമ്മുടെ കൊച്ചിയിലെ വാട്ടർ മെട്രോ രാജ്യത്തെ ആദ്യത്തേതാണ് എന്ന് മാത്രമല്ല, രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന് അതിൻ്റെ തുടർ പ്രവർത്തനം അവരവരുടെ നാടുകൾ നടത്താൻ പറ്റുമോ എന്ന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൗരവമായ ചർച്ചയാണ് നടക്കുന്നത്. എന്നാൽ രാജ്യം മാത്രമല്ല, ലോകത്തിലെ പല രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ വാട്ടർ മെട്രോയെ സമീപിക്കുകയാണ്. ഇതെല്ലാം രാജ്യത്തിന് നാം നൽകുന്ന സംഭാവനയാണ്. ഇതോടൊപ്പം കേരളത്തിൽ ഒരു ദേശീയ ജലപാത, അത് കോവളം മുതൽ ബേക്കൽ വരെയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ചില പുതിയ കനാലുകൾ വരേണ്ടതായിട്ടുണ്ട്. അതിന് കുറച്ച് കാലതാമസം വരും. എന്നാൽ നമ്മുടെ കോവളം മുതൽ ചേറ്റുവ വരെ ഉള്ള ഭാഗം അടുത്ത മാസത്തോടുകൂടി പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല മാറ്റം അതിൻ്റെ ഭാഗമായി വരും. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിപ്പേരുള്ള കേരളം കാണാനെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ആ ടൂറിസ്റ്റുകൾ കേരളത്തിൽ വന്നാൽ കോവളത്ത് നിന്ന് ഇതുപോലൊരു ബോട്ട് യാത്ര സൗകര്യപ്പെടുമെങ്കിൽ അവരതിൽ വല്ലാതെ ഹരം കൊള്ളും. അതോടൊപ്പം തന്നെ വഴിനീളെ അവർക്കിറങ്ങി ആസ്വദിക്കാൻ പറ്റുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വലിയ മാറ്റം. ഇതിനോടൊപ്പം തന്നെ നാഷണൽ ഹൈവേ വികസനം മാത്രമല്ല, ഒരു ഭാഗത്ത് മലയോര ഹൈവേ വരുന്നു, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ വരുന്നു. 10,000 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അത് ആ ചെലവഴിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. നല്ല പുരോഗതിയാണ് ആ പ്രവർത്തന രംഗത്ത് കാണാൻ കഴിയുക. അത് കിഫ്ബി മുഖേനയാണ് മാറ്റിവെച്ചത്. കിഫ്ബി നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു ധനസ്രോതസ്സാണ്. ബജറ്റിന് സമാന്തരമായി കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം ഒരുക്കുന്നതിനാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി 2016 മുതൽ 2021 വരെ 50,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഏറ്റെടുക്കാനായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ 21 50 അല്ല 62,000 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് ഏറ്റെടുത്തത്. ഇപ്പോൾ എത്രയാണെന്നറിയോ? 90,000 കോടി. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം. സ്കൂളുകളായി, ആശുപത്രികളായി, നമ്മുടെ റോഡുകളായി, പാലങ്ങളായി. പാലം 150 പാലമാണ് പൂർത്തീകരിക്കപ്പെട്ടത്. നാടാകെ ഹരത്തിലാണ് വിവിധ റോഡുകൾ പൂർത്തിയാക്കുമ്പോൾ. നമ്മുടെ കേരളത്തിൻ്റെ മാറ്റം അതിവിപുലമാണ്. പലവിധ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കപ്പെടുന്നു. വില്ലേജ് റോഡുകൾ പൂർത്തീകരിക്കുന്നതിനായി 1000 കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ ഈ ഡിസംബറോടുകൂടി 500 കോടി രൂപ നൽകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. വലിയ മാറ്റം ഇത്തരം കാര്യങ്ങളിൽ വരികയാണ്. അതോടൊപ്പം തന്നെ ഭരണത്തിൻ്റെ സ്വാദ് എല്ലാവരും കൃത്യമായി അനുഭവിക്കുക. അതിനായി സേവന അവകാശ നിയമം ഈ കഴിഞ്ഞ അസംബ്ലി പാസാക്കിയിരിക്കുകയാണ്. കൃത്യമായി സേവനം നൽകിയില്ലെങ്കിൽ നൽകാത്തവർക്കെതിരെ നടപടി വരും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട ഇനം ജപ്തി നടപടികൾ. അതിൻ്റെ ഭാഗമായി വീട് നഷ്ടപ്പെടുന്ന അവസ്ഥ. ഒരു ഭാഗത്ത് നമ്മുടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന പദ്ധതി കേരളം നടപ്പാക്കുന്നു. അതിലൂടെ 4,5 ലക്ഷത്തിലധികം വീടുകളാണ് പൂർത്തിയായത്.
ബാക്കിയുള്ളവ ഉടനെ പൂർത്തിയാക്കാൻ പോവുകയാണ്. അതൊരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ചിലർ കടമെടുത്തതിൻ്റെ പേരിൽ വീട്ടിൽ നിറക്കി വിടുന്ന കാര്യം വരുന്നത്. അപ്പോൾ നിയമം വന്നിട്ടുള്ളത് ഏക വീടേ ഉള്ളൂ എങ്കിൽ അവരെ ഇറക്കാൻ പറ്റില്ല, ആ വീട്ടിൽ നിറക്കി വിടാൻ പറ്റില്ല. അങ്ങനെയൊരു നിയമം നമ്മുടെ നിയമസഭ പാസാക്കിയിരിക്കുകയാണ്. ഇവിടെ കാണേണ്ട ചില പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിൻ്റെ മാറ്റം കുറിക്കുന്ന, കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുൻപാണ് വയനാട് ഞങ്ങൾ തുരങ്കപാതയുടെ നിർമ്മാണത്തിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടനം വെച്ച് കൊണ്ടുപോയത്. അവിടെ സംഗമിച്ചത് അനേകായിരങ്ങളായിരുന്നു. ജനങ്ങളാകെ വലിയ ആവേശത്തിലായിരുന്നു. വലിയ മാറ്റം അതിൻ്റെ ഭാഗമായി വരാൻ പോവുകയാണ്. അവിടെ മഴ പെയ്താൽ യാത്ര മുടങ്ങിപ്പോകുമായിരുന്നു. അതിനാണ് പരിഹാരം കാണാൻ കഴിഞ്ഞത്. വയനാടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. അതിൻ്റെ എല്ലാ കാര്യവും ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, മാതൃകാപരമായ ടൗൺഷിപ്പ് നിർമ്മാണം നടക്കുമെന്ന്. ഇത് ഒക്ടോബർ അവസാനമാണ്. നാളെ കഴിഞ്ഞാൽ നവംബറായി. ജനുവരി മാസത്തിൽ ആ ടൗൺഷിപ്പ് പൂർത്തിയായി അവിടങ്ങളിൽ ആളുകളെ താമസിപ്പിക്കുന്ന നിലയിലേക്ക് എത്തും. മാതൃകാപരമായ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കാനിടയുള്ള ഒന്നാണ് കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി. അതിനാവശ്യമായ ഭൂമി ഇപ്പം തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാട് ആ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിയിൽ ചില ഭാഗങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. വലിയ തോതിലുള്ള വ്യവസായ സംരംഭങ്ങളാണ് അവിടങ്ങളിലെല്ലാം വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സയൻസ് പാർക്കിന് പുറമെ നമ്മുടെ സംസ്ഥാനത്ത് 600 കോടി രൂപ ചെലവിട്ട് 3 സയൻസ് പാർക്കുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ആധുനിക കാലത്ത് ആവശ്യമായ മാറ്റങ്ങളാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ആയുർവേദ രംഗം വലിയ തോതിൽ പ്രശംസിക്കപ്പെടുന്നതാണ്. നേരത്തെ ബഹുമാനായ യൂസഫ് അലി പരാമർശിച്ച ചർച്ചയിൽ ഒരു ഭാഗം ആയുർവേദത്തെക്കുറിച്ച് വരികയുണ്ടായി. അവര് ഇവിടുത്തെ ചില പ്രശസ്ത വ്യക്തികൾ തന്നെ ആയുർവേദത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം ഏതാനും നാളുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ യുവജനങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നതാണ് IT രംഗം വികസിക്കൽ. അതിൻ്റെ ഭാഗമായി പുതിയ IT പാർക്കുകൾ കേരളത്തിൽ വരികയാണ്. മാത്രമല്ല IT കോറിഡോർ ഇതിൻ്റെ ഭാഗമായി തന്നെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാഗമായി അതിൻ്റെ അനന്തമായ സാധ്യത ഉപയോഗിക്കുന്നതിനായി ഒരു ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുണ്ട്. ആ ഔട്ടർ റിംഗ് റോഡിൻ്റെ ഭാഗമായുള്ള സ്ഥലം വലിയ തോതിൽ വിവിധ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നതിനായി ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 3000 ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കാൻ പോവുകയാണ്. ആ ഔട്ടർ റിംഗ് റോഡ് ഡിസംബറോടെ അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കുമെന്ന് അതിൽ നാഷണൽ ഹൈവേ കൂടി ഭാഗമാക്കാണ് നാഷണൽ ഹൈവേയുടെ മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ ആധുനിക രംഗത്ത് ഉള്ള ഇടപെടൽ നമ്മൾ നടത്തുകയാണ്. മൈക്രോബയോം, ന്യൂട്രാസ്യൂട്ടിക്കൽ ഇത്തരം മേഖലകളിലെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നേരത്തെ കേരളം നടത്തുന്നുണ്ട്. ഹാർഡ്വെയറും സോളാർ പാനലും ലിഥിയം ബാറ്ററിയും എല്ലാം ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റുക. നവകേരളം എന്ന് പറയുമ്പോൾ ആധുനിക ലോകത്ത് വികസിത രാഷ്ട്രങ്ങളുണ്ട്. ആ വികസിത രാഷ്ട്രങ്ങളിലെ
മധ്യവരുമാന രാഷ്ട്രങ്ങൾക്ക് തുല്യമായ അവസ്ഥയിലേക്ക് എത്തിക്കുക. അത് അങ്ങനെയുള്ള രാഷ്ട്രങ്ങളിൽ പോലും പലപ്പോഴും അതിദരിദ്രർ ഉണ്ടാകാറുണ്ട്. കേരളം അതിദരിദ്രരുടെ എണ്ണം എത്ര എന്നൊരു കണക്കെടുത്തു. ആ കണക്കിൽ 64,006 ആളെയാണ് കണ്ടത്. ഞങ്ങള് ഇന്നലെ മന്ത്രിസഭ യോഗം ചേർന്നപ്പോ 64,005 ആളുകളെയും ആ കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ മുക്തമാക്കി കഴിഞ്ഞു. ഒരു കുടുംബമാണ് ബാക്കിയുണ്ടായിരുന്നത്. അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. അതോടെ ആ കുടുംബവും അതിദാരിദ്ര്യമുക്തമായി. അങ്ങനെ മന്ത്രിസഭയെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ വെബ്സൈറ്റിൽ 64,006 പൂർത്തിയായതായി, 1 ബാക്കിയുണ്ടായിരുന്നു, അവിടെ 0 എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുവന്നു. ആ പ്രഖ്യാപനം 1-ാം തീയതി നിയമസഭയിൽ നടത്താൻ പോവുകയാണ്. ഇത് രാജ്യത്ത് ആദ്യത്തേതാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ നാം കാണേണ്ടത് ലോകത്ത് അപൂർവം പ്രദേശങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. ആ അപൂർവതയിലേക്ക് നമ്മുടെ നാട് ഉയരുകയാണ്. ആ നിലയിൽ നമ്മുടെ നവകേരളം മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് ഉയർത്തുക, ഇതാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നമുക്ക് നേടാനായത് നാടിന്റെ ആകെ ഒരുമയും ഐക്യവും കൊണ്ടാണ്. നമ്മുടെ മുന്നിൽ അസാധ്യമായ ഒന്നുമില്ല എന്ന് ഈ കാലയളവ് തെളിയിച്ചിട്ടുണ്ട്. അസാധ്യമായ പലതും സാധ്യമാക്കിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോയിട്ടുള്ളത്. ഒന്നും നമ്മുടെ മുന്നോട്ട് പോക്കിന് തടസ്സമല്ല എന്ന നിലയും വന്നിട്ടുണ്ട്. ഏതെല്ലാം പ്രതിസന്ധികൾ ഉയർന്നു വന്നിട്ടുണ്ടോ അതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ കേരളത്തിലുള്ളതും കേരളത്തിന് പുറത്തുള്ളതുമായ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ലഭ്യമായിട്ടുണ്ട്. അതിനിയും ഉണ്ടാകണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.